ഹായ് ഹലോ. ഈ സ്ഥലം കണ്ടപ്പോൾ ഏകദേശം ഉള്ളവർക്കൊക്കെ എവിടെയാണെന്ന് പിടികിട്ടിയിട്ടുണ്ടാകും. തിരുവനന്തപുരം സൂയിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ഉലകം ചുറ്റും വാലിബൻ്റെ പുതിയൊരു ട്രാവൽ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എത്ര തവണ ഈ സൂ കാണാൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വരുന്ന ഓരോ തവണയും പുതിയ കാഴ്ചകൾ കാണുന്ന ഒരു ഇൻട്രസ്റ്റിലായിരിക്കും നമ്മൾ ഇവിടെ എല്ലാം ചുറ്റി നടന്ന് കാണുക. സൂവിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ കാട്ടുപോത്തിൻ കൂട്ടമാണ്. അവരവിടെ ആഹാരം കഴിച്ചൊക്കെ ഇങ്ങനെ നടപ്പുണ്ട്. കുട്ടികൾക്ക് പെട്ടെന്ന് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ബാഹുബലി സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഇത്, അവർക്കത് മതി, മനസ്സിലാവും എന്താണെന്നുള്ളത്. കുറച്ച് പേരവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. 1-2 പേരവിടെ കൂട്ടിൽ അടച്ചിട്ടിട്ടുണ്ട്. കാട്ടുപോത്തിനെ കണ്ട് തൊട്ട് എതിർവശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കുറച്ച് കുരങ്ങന്മാരെയാണ്. ആ മരച്ചില്ലകളിലൊക്കെ ഓടി നടന്നും അവിടെ വിശ്രമിക്കുന്ന കുറച്ച് പേരെയും കാണാം. ഇത് സിംഹവാലൻ കുരങ്ങാണ്. ഇത് പന്നിക്കരടി. ഇവർ 2 പേരാണുള്ളത്. ഇവരെ കാണുമ്പോൾ കുറച്ച് നേരം നമ്മളവിടെ നിന്ന് ഒന്ന് നോക്കിയിട്ടേ പോവുള്ളൂ. അവരെന്താണ് അവിടെ ചെയ്യുന്നത്, അതൊക്കെ കുറച്ച് കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളാണ്. അവർ 2 പേരും ചേർന്നത് ആ തറ മൊത്തവും മാന്തി കുഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തയാണ്. ആളുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇനി പക്ഷികളുടെ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഈ കൂട്ടിലെ വെള്ള റിയയാണുള്ളത്. കൂമൻ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? ഇനി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ഉണ്ട കണ്ണും വെച്ച് നമ്മളെയും തുറച്ചു നോക്കിയിരിപ്പുണ്ട്. ആരാടാ എൻ്റെ വീഡിയോ എടുത്തതെന്നുള്ളൊരു ചോദ്യമാണെന്ന് തോന്നുന്നു ആ ഒരു നോട്ടത്തിൽ. പുള്ളിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം മാറി വേറൊരിടത്ത് പോയി അങ്ങ് ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഫെസൻ്റ് ഇനത്തിൽപ്പെട്ട ഖലീജ് ഫെസൻറ്റിനെ കാണാം. പക്ഷേ ഇവരെയൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക്കാണ്. അവിടെ ഇവിടെയൊക്കെ അങ്ങ് ഒളിച്ചിരിക്കുകയാണ്. ഈ കാണുന്നത് ആമസോൺ തത്തയാണ്. ഓറഞ്ച് കളർ ചിറകുള്ള തത്തയാണിത്. വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ അവരവിടെ അങ്ങിരിക്കുകയാണ്. ഇവിടെയുള്ളത് കാട്ടുമൂങ്ങയാണ്. അവിടെ ഒരിടത്ത് ഇരിപ്പുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പുറവും ഇപ്പുറവും സൈലൻ്റായിട്ടിരിക്കുന്നവരെയും കൂടെ പറയിക്കാൻ വേണ്ടിയിട്ട് കലവില കൂട്ടുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ട്. ഇത് സൺ കൊനൂർ തത്തയാണ്. ഓറഞ്ചും മഞ്ഞയും പച്ച കളറും ഒക്കെ ചേർന്ന തൂവലുകളുള്ള തത്തയാണ്. നല്ല ഭംഗിയാണ് ഇവരെ കാണാനായിട്ട്. ഇനി അങ്ങോട്ട് കുറച്ച് വെറൈറ്റി തത്തകളെ നമുക്ക് കാണാൻ പറ്റും. വളരെ ഉച്ചത്തിൽ ബഹളം വെച്ച് അവരവിടെ അങ്ങനെ നടപ്പുണ്ട്.
ഇതെനിക്ക് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. പാം കൊക്കറ്റു. പാവ ഒരു ശല്യമില്ല, മിണ്ടാതെ അവിടെ ഇരിപ്പുണ്ട്, പ്രതിമ ഇരിക്കും പോലെ ഇരിക്കുന്നുണ്ട്. ഇത് ഗ്രീൻ വിങ്ഡ് മക്കാവു ആണ്. കുറച്ചൊരു വലിയ ബേർഡാണ്, വലിയ തത്തയാണ്. പുള്ളിക്കാരൻ്റെ വഴിയിൽ ഇത് അവിടെ കിടക്കുന്ന കല്ലൊക്കെ ഒന്ന് നുള്ളി പറക്കി എടുക്കുന്നു, തിരിച്ചവിടെ ഇടുന്നു, എന്നിട്ട് അങ്ങ് വലിയ ഗമയിലൊക്കെ നടക്കുകയാണ്. ഒരാളവിടെ സർക്കസും കാണിച്ച് കിടപ്പുണ്ട്. ഒത്തിരി നേരം ഞങ്ങളവിടെ കാത്തു നിന്നു പുള്ളിയെ ഒന്ന് താഴേക്ക് ഇറങ്ങി കിട്ടാനായിട്ട്. ഒരു രക്ഷയില്ല, അവിടെ അങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ്. വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ കേട്ടിട്ടില്ലേ? ഈ കൂട്ടിനകത്തുണ്ട്. നേരിട്ട് തന്നെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പ്രയാസപ്പെട്ടു. ഇനി അടുത്ത് ഒരു വലിയ കൂട്. നമ്മൾ കുറച്ച് നാളായിട്ട് ഈ സൂവിൽ വന്നിട്ടില്ലാത്തവർക്ക് പെട്ടെന്നൊരു മാറ്റം തോന്നാം അവിടെ. കാരണം മുമ്പ് ഗ്രില്ലുണ്ടായിരുന്ന ഭാഗമൊക്കെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗം ഗ്രില്ല് തന്നെയാണ്. ഇവരെ ക്ലിയറായിട്ട് കാണാനായിട്ട് ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ലതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഹിമാലയൻ കഴുകനുണ്ട്, പരുന്തുണ്ട്. അവർക്ക് അവിടെ വിശാലമായിട്ട് പറന്ന് നടക്കാനുള്ള ഒരു നല്ല സ്പേസ് തന്നെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കാണുന്നത് മീൻ മുതലയാണ്. ഒരാളേ ഉള്ളൂ. സ്റ്റാച്ചു പോലെ അങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. സ്റ്റാച്ചു ആണോ എന്നൊക്കെ സംശയം തോന്നി. പക്ഷെ കണ്ണ് ഒന്ന് ചിമ്മി ഒന്ന് തുറക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ജീവനുണ്ടെന്ന്. ഇത് കൊക്കുകളുടെ സെക്ഷനാണ്. പലതരം കൊക്കുകളുണ്ട്. ഒത്തിരി പെലിക്കൻസിനെ ഇവിടെ കാണാം. ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു വലിയ ഏരിയ മാറ്റിയിട്ടിട്ടുണ്ട്. അവിടെ അവർക്ക് ഇരിക്കാനായിട്ട് ഒത്തിരി മരങ്ങളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. പിന്നെ നീന്തി തുടിക്കാനായിട്ട് ഒരു കുളം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സൂവിനകത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്പേസ് എടുത്ത് ചെയ്തിരിക്കുന്നൊരു കൂടാണിത്. അവർക്ക് വിശാലമായിട്ട് പറന്ന് നടക്കാനും എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാനും പറ്റുന്നൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ പറക്കാത്ത പക്ഷിയായ ഓസ്ട്രിച്ച് ഇവിടെ ഉണ്ട്. വലിയ ആളാണേ, ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതങ്ങനെ നടപ്പുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നീർനായയാണ്, ഓട്ടർ. അവിടെ കുറച്ച് കുസൃതിക്കുട്ടന്മാരാണ് ഉള്ളത്. ഇത് അവർക്ക് കളിക്കാനായിട്ട് അവിടെ ബോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പേരെയാണ് ഇത് കണ്ടത്. അവരവിടെ അങ്ങ് കളിച്ച് മറിയാണ് വെള്ളത്തിൽ.
ഇത് പന്നിക്കരടി അല്ലെങ്കിൽ തേൻകരടി. ഇത് ഹിമാലയൻ കരടി. കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള രോമവും ഒക്കെ ഉള്ള നല്ല കരടി. കാണാൻ തന്നെ നമ്മളെ ടെഡി ബെയർ അത് തന്നെയാണ് ആള്. ഇവിടെ കുറച്ച് നക്ഷത്ര ആമകളൊക്കെ ഉണ്ട്. ഇത് വെള്ളിക്കോഴി അല്ലെങ്കിൽ സിൽവർ പെസൻറ്റ് എന്ന് പറയും. കാണാൻ നല്ല ഭംഗിയാണ്. നല്ല സിൽവർ കളറിലെ ഒരു തൂവലാണ്. ഇവിടെ ഈ കാണുന്നത് ബ്ലൂ ക്രൗണ്ട് പീജിയനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെസൻറ്റിൻ്റെ പല ടൈപ്പ് ഇവിടെ ഉണ്ടെന്ന്. അതിലൊരെണ്ണമാണ് ഇവിടെ കാണുന്നത്. ഇത് ഗോൾഡൻ പെസൻറ്റ്, ഒരു വെറൈറ്റി കളറ്, റെഡും ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ഉള്ള തൂവലുള്ളത്. ആഹാ, കാണാൻ തന്നെ എന്തൊരു അന്തസ്സ്. കാട്ടിലെ രാജാവ് എല്ലാവരെയും നോക്കിക്കൊണ്ട് ഇത് അവിടെ കിടപ്പുണ്ട്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നതേ ഒറ്റക്കൊമ്പൻ റൈനോയാണ്. സാധാരണ ഇവിടെ വരുമ്പോഴൊക്കെ പുള്ളിക്കാരൻ ആ ചെളിയിൽ എവിടെയെങ്കിലും ആയിരിക്കും കാണുന്നത്. പക്ഷേ അത് ഇപ്പോഴേ ഈ വെള്ളത്തിലുണ്ട്. അടുത്തെങ്ങും വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ലക്ഷണമൊന്നുമില്ല. പുള്ളിക്കാരൻ ചില്ലറക്കാരനൊന്നുമല്ല, ആസാമിൻ്റെ സംസ്ഥാന മൃഗമാണ്. ഇവിടെ ഉള്ളത് കരജീവികളിൽ വെച്ച് ഏറ്റവും വലിയ മൂന്നാമത്തെ ജീവിയായ നീർക്കുതിര, ഹിപ്പോപ്പൊട്ടാമസ്. പുള്ളിക്കാരെ എപ്പോഴും വെള്ളത്തിലാണല്ലോ. അമ്മയും മക്കളുമായിട്ട് ഇത് അവിടെ വെള്ളത്തിൽ കിടപ്പുണ്ട്. ഇവിടെ ഈ ഒരു സെക്ഷൻ മ്ലാവുകൾക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടൊക്കെയാണ്. ധാരാളം മ്ലാവുകളും കലമാനും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചെന്ന സമയം അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയമായിരുന്നു. അപ്പം അടുത്ത് കാണാനൊക്കെ പറ്റി. കാണാൻ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി കൊമ്പുകളൊക്കെ ഉള്ള ബ്ലാക്ക് ബക്കാണ് ഇതായി കാണുന്നത്. നമ്മൾ തുടക്കത്തിൽ കുറച്ച് വൈറ്റ് റിയ കണ്ടില്ലേ? ഇനി ഇതാ ഇവിടെ ഉള്ളത് കുറച്ച് ബ്രൗൺ റിയയാണ്. വൈറ്റും ഇവിടെ ഉണ്ട്. അവരെല്ലാവരെയും കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം ഈ ബ്രൗൺ റിയ ആദ്യം കിടന്ന കൂടെ അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നതുകൊണ്ട് ഇവരെല്ലാം ഒരുമിച്ചിട്ടൊക്കെയാണ്. ഇത് കൃഷ്ണമൃഗം. കാണാൻ നല്ല ക്യൂട്ടാണ്. വെള്ളയും ബ്രൗണും ഒക്കെ കളറുള്ളതുണ്ട്.
നമ്മൾ സൂവിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് ആദ്യം വരുമ്പോൾ ഒരു ഗോറിൻ്റെ സെക്ഷൻ കണ്ടു. അതുപോലെ തന്നെയാണ് വേറൊരിടത്തും ഒത്തിരി നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും കൂടുതൽ ഗോറിനെ അത് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവരെന്തുമാത്രം കരുത്തുള്ള മൃഗമാണെന്നുള്ളത്. ഇനി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാവം പിടിച്ച പുള്ളിമാനുകളുടെ സെക്ഷനാണ്. ഇത് എമു, ഒട്ടക പക്ഷിയെ പോലെ തന്നെയാണ്, പറക്കാൻ കഴിവില്ലാത്തൊരു വലിയ പക്ഷി. അവരും ഒത്തിരി പേരുണ്ട്. സൂ മൊത്തവും ഇങ്ങനെ നടന്ന് കണ്ട് ക്ഷീണിച്ച് വരുന്നവർക്ക് ഒരു കോഫിയൊക്കെ ആകാം, അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇവിടെ ലയൺ, ടൈഗർ, ലെപ്പേർഡിൻ്റെയൊക്കെ സെക്ഷനാണ്. നമ്മൾ ആദ്യം കാണുന്നത് തന്നെ ലെപ്പേർഡിനെയാണ്. 3 പേരുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ദേഹത്തൊക്കെ ഇങ്ങനെ ഡോട്ട്സ് ആയിട്ട്. ഒരാളത് അടുത്ത് കിട്ടി. സിംഹരാജന്മാർ 2 പേരുണ്ട്. ഒരാളവിടെ വിശ്രമിക്കുന്നത് നമ്മൾ ആദ്യം കണ്ടു. ഒരാൾ ഇവിടെ ഉലാത്തയാണ്. തൊട്ടിപ്പുറത്തേതായിട്ട് തന്നെ ഒരു ലയണസും ഉണ്ട്. പുള്ളിക്കാരി വിശ്രമത്തിലാണ്. ആഹാരമൊക്കെ കഴിച്ച് ക്ഷീണമായിരിക്കാം, സുഖ ഉറക്കമാണ്. പുള്ളിക്കാരി അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതാ അപ്പുറത്തെ ആൾ അവിടെ ചുറ്റിപ്പറ്റി തന്നെ നിൽപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. തുറന്ന കൂടായതുകൊണ്ട് അവർക്ക് വിശാലമായിട്ട് നടക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇനി കൂട്ടിലടച്ചിരിക്കുന്ന കുറച്ച് പേരെ കാണാം. ഇവിടെ ഒരു വെള്ളക്കടുവയുണ്ട്. എല്ലാവരും ഉറക്കത്തിലാണ്, ആഹാരമൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ക്ഷീണത്തിലാണ്. ഇവിടെ ഒരു ലയൺനെസ് ഉണ്ട്. ഈ വെള്ളക്കടുവയ്ക്ക് കുറച്ചുകൂടെ ഒരു വലിയ കൂടാണ് കൊടുത്തിട്ടുള്ളത്. വിശാലമായിട്ട് നടക്കാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട ലെപ്പേർഡിൻ്റെ സെക്ഷൻ തന്നെയാണ്. നേരത്തെ ഒരാളെയല്ലേ കാണാൻ പറ്റുള്ളൂ, ഇത് 3 പേരും കൂടെ ഒരുമിച്ച് കിട്ടിയൊരു സന്ദർഭമായിരുന്നു. ഇത് ടൈഗറിന് വേണ്ടിയിട്ടുള്ള തന്നെ തുറന്ന കൂടാണ്. നമ്മൾ നേരത്തെ കണ്ടതെല്ലാം കേജിൽ അടച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ ഇത് ടൈഗറിന് ഒരു തുറന്ന കൂട് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഹോക്ക് ഡിയേഴ്സിനെ കാണാം, അതായത് പന്നിമാൻ. ഈ കാണുന്ന നീലക്കാളയാണ്. അവരൊത്തിരി പേരുണ്ട്, കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഒരു ന്യൂ ബോൺ ബേബിയാണ്. ഞങ്ങൾ എത്തുന്ന ആ സമയത്ത് അപ്പോൾ പ്രസവിച്ചേ ഉള്ളൂ അതിനെ.
കാണാൻ പറ്റും. എണീറ്റിട്ടൊന്നുമില്ല കുഞ്ഞ്, അങ്ങനെ കിടക്കുകയാണ്. ഇനി ഈ സൂവിലെ ഏറ്റവും ബഹളക്കാരായിട്ടുള്ള, ഏറ്റവും കലവില കൂട്ടണ ചട്ടമ്പികളായിട്ടുള്ള മക്കാവൂസിൻ്റെ ഏരിയയിലാണ്. ആ ഭാഗത്തോട്ട് ചെന്നാൽ പിന്നെ നമുക്കൊന്നും പറയുന്നതോ ഒന്നും കേൾക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ബഹളം, ഇവരുടെ ബഹളം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി കളറിലുള്ള ഒത്തിരി മക്കാവൂസ് ഇവിടെ ഉണ്ട്. ഇതിനിടയിൽ നമ്മൾ നേരത്തെ കണ്ട ടൈപ്പിലുള്ള സാൻകുനൂർ തട്ടകളും ഉണ്ട്. ഇത് പോർക്കുപൈൻസ്, മുള്ളൻ പന്നിയുടെ സെക്ഷനാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മുന്നേ നമ്മൾ വരുമ്പോൾ ഇവിടെ ഫുൾ നെറ്റായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് സെക്ഷനൊക്കെ മാറ്റിയിട്ട് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നന്നായിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റും. ഒത്തിരി പേരുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ സൂവിലേക്ക് കുറച്ച് ഹൈനാസിനെയും ജാക്കൽസിനെയൊക്കെ കൊണ്ടുവന്നത് ഈ മുള്ളൻ പന്നിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണെന്ന്. എന്നിട്ടും ഉണ്ട് ഒത്തിരി പേര്. ഇത് മുതലയുടെ ഒരു സെക്ഷനാണ്. ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു പക്ഷിയെ കാണാം. ആ കുളത്തിൽ നിന്ന് തന്നെ മീനിനെ പിടിച്ച് വിഴുങ്ങുകയാണ്. ഇനി നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ നമ്മുടെ സ്വന്തം മയിലിൻ്റെ സെക്ഷനിലേക്ക് പോവാണ്. ഒത്തിരി മയിലുകളുണ്ട്. നേരത്തെ മക്കാവൂസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇവരുടെ ഒച്ച മാത്രമേ ഉള്ളൂ. പീകോക്കിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ റെപ്റ്റൈൽസിൻ്റെ സെക്ഷനുണ്ട്. നമുക്ക് അവിടെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. ഇതിനുള്ളിലേക്ക് കയറിയാൽ പിന്നെ പല ടൈപ്പിലുള്ള പാമ്പുകൾ നമുക്ക് കാണാൻ പറ്റും. മൂർഖൻ പാമ്പുണ്ട്, നീർക്കോലിയുണ്ട്, അണലിയുണ്ട്, പച്ചില പാമ്പുണ്ട്, പിന്നെ അനക്കൊണ്ട. ഇതിനെല്ലാം കണ്ടിങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സൂവിലെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
മാത്രവുമല്ല നിങ്ങളുടെ കമൻസും അറിയിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.